ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു. ഓരോ ദിവസവും നമ്മോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് 1000 നന്ദിയും സ്തോത്രവും മഹത്വവും ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് ദൈവത്തിന് കേൾവിക്ക് വേണ്ടി താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ വഹിക്കുകയും ഒപ്പം എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ആദരവോടുകൂടിയുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അതിപ്രധാനമായിരിക്കുന്നൊരു വിഷയം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി, നമ്മുടെ ധന്യതയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ശരണപ്പെടുന്നു. സശ്രദ്ധമായി ഈ സന്ദേശം കേൾക്കാൻ ഞാൻ വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും കർത്താവ് സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. ലൂക്കോസ് 12:21. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവ വിഷയമായി സമ്പന്നനാകാത്ത മനുഷ്യൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനോട് ആത്മീകത്തിനും ദൈവീകതയ്ക്കും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ സരളസുന്ദരമായ ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അന്നേ കാലത്ത് നിലവിലിരുന്ന പല അടിസ്ഥാന വ്യവസ്ഥകളെ ആധാരമാക്കിക്കൊണ്ട് കർത്താവായ യേശു പറഞ്ഞ അനേക ഉപമകൾ, കഥകൾ, സന്ദർഭോചിത സാഹചര്യ വിഷയങ്ങൾ, ഇതെല്ലാം തിരുവെഴുത്തിനൊരു അലങ്കാരമാണ്. അതിലുപരി മനുഷ്യവർഗത്തിനൊരു ഗുണപാഠമാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീകത്തിനൊരു മൂല്യം കൽപ്പിക്കാതെ, കഠിനാധ്വാനം ചെയ്ത് കൃഷി ചെയ്ത് അന്നേ കാലത്ത് കളപ്പുരകൾ വിശാലമാക്കി അതിനകത്തെല്ലാം സമ്പത്ത് കൂട്ടിവെച്ച് തനിക്ക് താൻ സമ്പത്ത് വർദ്ധിപ്പിച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് തന്നോട് തന്നെ സംസാരിച്ച് തൻ്റെ പ്രൗഢത തനിക്ക് തന്നെ ആത്മസംതൃപ്തി നൽകുന്ന രീതിയിൽ തൻ്റെ സംഭാഷണങ്ങൾ പോലും അങ്ങനെയാക്കി തീർത്ത ഒരു മനുഷ്യൻ്റെ കഥ പറയുകയാണ് യേശുക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം ഈ അധ്യായത്തിനകത്ത്. ആ കഥയും അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വായിച്ച് 21-ാം വാക്യത്തിലെ ഒരു പദം എന്നെ കുറേ നേരം ഇരുത്തി ചിന്തിപ്പിച്ചു. അതിപ്രകാരമാണ്: ദൈവ വിഷയം എന്നൊരു വാക്ക് മാത്രം. ദൈവവിഷയം, അങ്ങനെയല്ലേ വാക്ക്? ദൈവവിഷയമായി സമ്പന്നനാകാതെ. അപ്പോൾ ദൈവവിഷയം എന്നൊരു വാക്ക്, അതിൻ്റെ മറ്റിതര പരിഭാഷകളിലേക്ക് പോയാൽ എന്തായിരിക്കും ദൈവവിഷയം എന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കെന്നൊന്നും ഞാൻ നോക്കിയില്ല. പക്ഷെ മലയാളിക്ക് മനസ്സിലാകുന്ന ഒരു സാധാരണ പദത്തിലൂടെ ആ സുന്ദര വാക്കിനെ മലയാളവൽക്കരിച്ചിരിക്കുന്നത് ഇന്നത്തെ ചിന്തയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഉടക്കി നിൽക്കുകയാണ്. ദൈവവിഷയം എന്നത്, ദൈവം എന്നതൊരു വിഷയം തന്നെയാണ്. വിഷയം എന്ന വാക്കിന് പലതരത്തിൽ അർത്ഥമുണ്ട്. ഏറ്റവും കൂടുതൽ ഇതെന്നെ ചിന്തിപ്പിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പരീക്ഷാ സമയത്ത് ആളുകൾ ചോദിക്കുമായിരുന്നു, മോനെ ഇന്നെന്നാ വിഷയം, ഇന്നെന്നാ വിഷയം. ഇപ്പോൾ ഓരോ ദിവസത്തെ പരീക്ഷയ്ക്ക് ഓരോ വിഷയമാണ്. SSLC പരീക്ഷയ്ക്ക് പല വിഷയങ്ങൾ ഒന്നിച്ച് ചേരും. അതിനെല്ലാത്തിനും വേണ്ട മാർക്ക് കിട്ടിയാലേ 10 പാസ്സാവുകയുള്ളൂ, ഇല്ലേ? പല വിഷയങ്ങളാണ്. ഇംഗ്ലീഷ് ഒരു വിഷയമാണ്, മാത്സ് കണക്കൊരു വിഷയമാണ്, ഹിസ്റ്ററി ഒരു വിഷയമാണ്, ജോഗ്രഫി ഒരു വിഷയമാണ്, കെമിസ്ട്രി ഒരു വിഷയമാണ്, മലയാളം ഒരു വിഷയമാണ്. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങൾ സംയോജിച്ച് എഴുതിയെടുക്കുന്നതാണ് 10ലെ പരീക്ഷ പാസ്സാകുക എന്ന് പറയുന്നത്. ഈ സ്കൂളിൽ പഠിച്ച കാലത്തെ അത് തന്നെ ഞാൻ ഉദാഹരിക്കാം. പല വിഷയങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കാത്ത വിഷയങ്ങളുണ്ട്. സാധാരണ സ്കൂൾ അധ്യാപകർ പോലും മലയാളം സെക്കൻഡ് പേപ്പർ വലിയ ശകുന്തളയോ ഏതെങ്കിലും ഒരു കഥയായിരിക്കാം, അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഇംഗ്ലീഷിന് കൊടുക്കുന്നിടത്തോളം, ആ വിഷയത്തിന് കൊടുക്കുന്നിടത്തോളം അറ്റൻഷൻ ചിലപ്പോൾ സെക്കൻഡ് പേപ്പറിന് കൊടുക്കാറില്ല. ഇല്ല, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തെ ഞങ്ങളുടെ 7 പീരീഡുകൾ തിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ക്രാഫ്റ്റ്, ഹാൻഡിക്രാഫ്റ്റ്, തയ്യലോ തുന്നലോ എന്തെങ്കിലും ഒരു പീരീഡ് ഉണ്ടാകും. മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ടൊരു പീരീഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട്. PT, ക്ലാസ് റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി അങ്ങനെ എക്സസൈസ് ചെയ്യിക്കും, കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഒരു വിഷയമായിരുന്നു. അതിനൊക്കെ ഒരു അധ്യാപകനും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയ ഗൗരവമായിട്ടൊരു വിഷയമായിട്ടെടുക്കാറില്ല.
നമ്മൾ പഠിക്കുന്ന കാലത്ത് ഗൗരവമേറിയ വിഷയമായിട്ടെടുത്തതുണ്ട്. കണക്കും കെമിസ്ട്രിയൊക്കെ ഗൗരവമേറിയ വിഷയമാണ്. പക്ഷെ മ്യൂസിക്കൊന്നും ഒരു വലിയ വിഷയമല്ല. വേണമെങ്കിൽ മതി, അതിനോട് അഭിരുചിയുള്ളവർക്ക് മതി. ഇതുപോലെ ജീവിതത്തിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. കുടുംബം ഒരു വിഷയമാണ്. പേരൻറ്റിങ്, മക്കളെ വളർത്തുക, അവരെ പാകത്തിനാക്കുക എന്ന് പറയുന്നൊരു വിഷയം തന്നെയാണ്. വിദ്യാഭ്യാസം ഒരു വിഷയമാണ്. ഒരു ജോലിയിൽ സെറ്റിൽഡ് ആകുക എന്ന് പറയുന്നൊരു വിഷയമാണ്. ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപമാനമില്ലാതെ 4 പേരുടെ അയൽവക്കക്കാരുടെ നടുവിൽ ഒരു പ്രശ്നക്കാരനാകാതെ ജീവിക്കുക എന്നൊക്കെ പറയുന്നൊരു വിഷയം തന്നെയാണ്. ഈ വക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം, വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തോരം സമയം ചെലവഴിക്കുന്നത് ഒരു വിഷയമാണ്. ഒരു ജോലിക്ക് വേണ്ടി എന്തെല്ലാം പരീക്ഷകളാണ് എഴുതുന്നത്, അതൊരു വിഷയമാണ്. ഒരു കുടുംബജീവിതത്തിന് വേണ്ടി എത്ര വിട്ടുവീഴ്ച, ചിലപ്പോൾ സഹിഷ്ണുത, ആ സഹിച്ചും പുറത്തും ഒക്കെ ആയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, അതൊരു വിഷയമാണ്. എത്ര പണം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കുന്നു. പക്ഷേ ഈ കൂടെ ദൈവവിഷയം എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് പലരും മറന്നു പോകുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മറ്റു പലതും ഇംഗ്ലീഷിനും കെമിസ്ട്രിക്കൊക്കെ കൊടുക്കുന്ന പ്രാധാന്യമാണ്. എന്തിന്? ഞായറാഴ്ച പോലും ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിനും ഇതൊക്കെ ഒരു വിഷയമാണെന്ന് ചോദിച്ചാൽ വിഷയം തന്നെ കേട്ടോ. ഒരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലം വിളയിച്ചെടുക്കാൻ വേണ്ടി, ഒരു ബിസിനസ് ഡെവലപ്പാക്കാൻ വേണ്ടി ഉറക്കം അളച്ച് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഏതറ്റം വരെ പോയി ആരെ കാണണമെങ്കിലും കണ്ട് വണ്ടി ഓടിച്ച് എന്തൊക്കെ വേണം, ഇതൊരു വിഷയമാണ്. എങ്ങനെയെങ്കിലും പേര് പിടിപ്പിച്ചെടുക്കണ്ടേ. പക്ഷെ ദൈവത്തിൻ്റെ വിഷയം വരുമ്പോൾ അതൊരു മ്യൂസിക് ക്ലാസ്സിന് കൊടുക്കുന്ന പോലെ, വേണമെങ്കിൽ മതി, ഉച്ച കഴിഞ്ഞിട്ട് ഉറക്കം തൂങ്ങിയിരുന്നുകൊണ്ട്, പകുതി മയങ്ങിയിരുന്നുകൊണ്ട് മതി എന്നൊരു തോന്നൽ നമ്മൾ ചെറുക്കുണ്ടോ എന്നൊരാശങ്ക ഈ വാക്യത്തിൻ്റെ മുമ്പിൽ, കണ്ണാടിയുടെ മുമ്പിൽ നിന്നതുപോലെ നിന്നപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ വചനം ചോദിച്ചടാ, നിന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം ഏതാ? എൻ്റെ പിള്ളേരുടെ കാര്യമാണോ? നീ ലോകം മുഴുവൻ നടന്ന് ശുശ്രൂഷ എന്ന് പറയുന്ന കാര്യമാണോ? നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണോ? നിൻ്റെ വീട്ടിലെ നിൻ്റെ വസ്തുവകയോ വീടോ കൂടോ കാറോ അതാണോ നിൻ്റെ ഏറ്റവും വലിയ വിഷയം? നിൻ്റെ ഇമേജാണോ നിനക്ക് ഏറ്റവും വലിയ വിഷയം? അതെയോ ദൈവം എന്നത് നിനക്കൊരു വിഷയമാണ്? ചിലർക്കതൊരു വിഷയമേ അല്ല കൂടപ്പുറപ്പുകളെ. ദൈവമെന്ന് പറയുന്നത്, ആത്മീകമെന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത്, ബൈബിൾ എന്ന് പറയുന്നത്, നിത്യത എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ ഉണ്ടായ രക്ഷ എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചൊരു വിഷയം പോലുമല്ല. അതൊക്കെ ഒരു ക്രാഫ്റ്റ് ക്ലാസിൻ്റെ പീരീഡ് പോലെയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ്. ഏതെങ്കിലും ഒക്കേഷണലി ഒന്ന് ചെന്ന് എല്ലാവരെയും കൂടി കാണാമല്ലോ എന്നോർത്തുകൊണ്ട് കണ്ണും കേട്ടും മുട്ടി ഉരുമിയും പോകുന്നൊരു സ്ഥിതി. അതാണോ ദൈവവിഷയം? നമുക്ക് സൂക്ഷിക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ഈ വാക്കിൽ കൂട്ടിച്ചേർക്കുക. ദൈവവിഷയം നിങ്ങൾക്ക് വലിയ വിഷയമല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം എന്താകുമെന്നതേ ആ വാക്യം വായിച്ചാൽ മതി. ഞാനായിട്ട് പറഞ്ഞു എന്ന് ഇനി വരുത്തി തീർക്കണ്ട. ആ വാക്കിൽ കർത്താവ് പറഞ്ഞത് കൂട്ടിയാൽ മതി. എൻ്റെ മുകളിലും താഴെയും കൂടി എഴുതിയിരിക്കുന്ന ചേർത്ത് വായിക്കണേ. ദൈവം എനിക്കൊരു വിഷയമാണ്. എൻ്റെ കുടുംബത്തിന് ദൈവം ഒരു മേജർ വിഷയമാണ്. സ്കൂളിൽ പഠിച്ച കാലത്ത് ഇംഗ്ലീഷ് എങ്ങനെയായിരുന്നു അതുപോലത്തെ ഒരു വിഷയമാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മുടെ ലൈഫിൽ വിജയം കൈയാടുന്നത് പല കാര്യത്തിലാണ്. കുടുംബജീവിതം വിജയിപ്പിക്കണം, മക്കളെ മാന്യമായി വളർത്തി അവർ സമാധാന പുത്രിമാരും പുത്രന്മാരുമായിരിക്കണം, ഒരാത്മീകരായിരിക്കണം, അതൊരു വിഷയമാണ്. ആരോടും കടം മേടിക്കാതെ, കച്ചവടത്തിൽ പൊട്ടിപ്പോകാതെ, നാട് വിട്ടു പോകേണ്ടി വരാതെ, പറമ്പും വരെയും ജപ്തി ചെയ്യാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം, അതൊരു വിഷയമാണ്. നാട്ടുകാർക്കെല്ലാവർക്കും ശല്യമായി, എല്ലാവരുടെയും കണ്ണി കരടായി, ശത്രുവായി, ആരോടും മിണ്ടാതെ, സ്വന്തം വീട്ടിൽ പാർക്കുന്നവരോട് പോലും ഉള്ളുകൊണ്ട് സ്നേഹമില്ലാതെ ജീവിക്കുന്നത് ഒരു വല്ലാത്ത വിഷയമാട്ടോ. അത് എല്ലാവരും കൂടി സ്നേഹത്തോടെ ജീവിക്കുക എന്ന് പറയുന്നൊരു വിഷയമാണ്. ആർക്കും ഭാരമാകാതെ ജീവിതം തീർക്കുക എന്ന് പറയുന്ന വിഷയമാണ്. ഇങ്ങനെ പല വിഷയങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത്. ഞാൻ ഒന്നോടെ ചോദിച്ചോട്ടെ, SSLCക്ക് ഇംഗ്ലീഷിന് നല്ല മാർക്ക് കിട്ടി, മലയാളത്തിന് നല്ല മാർക്ക് കിട്ടി, ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കും നല്ല മാർക്ക് കിട്ടി, കണക്കിന് 3 മാർക്കേ കിട്ടിയുള്ളെങ്കിൽ 10 പാസ്സാവോ? ബാക്കി എല്ലാത്തിനും നല്ല മാർക്കായിരുന്നു. ഇതുപോലെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് 98 മാർക്ക്, മക്കളെല്ലാവരും നല്ല സ്ഥലത്തെത്തി, ഒരാൾ ഇന്നടത്ത്, ഒരാൾ മറ്റിടത്ത്, ഒരാൾ മറ്റതൊക്കെയായി, 96 മാർക്കും കിട്ടി.
സാമ്പത്തിക സെറ്റപ്പിൽ നിങ്ങൾ ആരോടും കടം മേടിച്ചില്ല, ആർക്കും ബാധ്യതയല്ല, നിങ്ങൾക്കതിൽ 99 മാർക്കുമുണ്ട്. പക്ഷെ ദൈവം എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് 3.5 മാർക്കുള്ളെങ്കിൽ സ്വർഗത്തിൽ പോക്ക് നടക്കുകയല്ല, പക്ഷെ ജീവിതം ധന്യമാകുകയല്ല. നമുക്കിതൊന്ന് ടാലി ചെയ്യണം ദൈവമക്കളെ. എന്ന് പറഞ്ഞാൽ ദൈവം എന്നത് എന്നെ സംബന്ധിച്ചൊരു സീരിയസ് മാറ്ററാണ്. ആത്മീകമെന്നത്, ആരാധന എന്നത്, വിശുദ്ധ ബൈബിളിലെ കൽപ്പനകൾ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, കൂട്ടായ്മകൾ, ആത്മീക വർധനയ്ക്കുതകുന്ന പ്രാർത്ഥനകൾ, പ്രാർത്ഥനാ സമ്മേളനങ്ങൾ, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയമാണ്. SSLCക്ക് ഇംഗ്ലീഷ് എത്ര സീരിയസ് ആണോ അത്രയും വലിയ വിഷയമാണ്. പറയാമോ, ചിന്തിക്കാമോ, ഗ്രഹിക്കാമോ, മനസ്സിലാക്കാമോ? അങ്ങനെയാണെങ്കിൽ കർത്തൃദാസൻ എന്ന ഭാഗത്ത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. ദൈവം എന്നത് നിങ്ങൾക്കൊരു വിഷയമാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ജയിക്കും. എനിക്കതൊന്നും വിഷയമല്ല, എന്നോട് ഈ കാര്യം പറയണ്ട. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ പറവോൻ്റെ നയമുണ്ടല്ലോ, അതാണെങ്കിൽ രക്ഷപ്പെടാൻ പാടാ എന്ന് പറയുന്നതിൽ എനിക്കൊരു പേടിയില്ല. ഇപ്പം ഞാൻ ആത്മാർത്ഥമായി പറയാം, ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, ഒരുപാട് കഷ്ടവും പ്രയാസവും ഭാരമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ ഭാരവും കഷ്ടവും ബുദ്ധിമുട്ടും മാത്രം നമ്മുടെ പ്രധാന വിഷയവും ദൈവം നമുക്ക് ഒരു സെക്കൻഡറി സബ്ജക്റ്റുമാണെങ്കിൽ വലിയ പാടാ, ആരൊക്കെ പ്രാർത്ഥിച്ചാലും പാടാ. പക്ഷെ ഇന്ന് ഈ കാര്യം ഒന്ന് ഇരുത്തി ചിന്തിക്കണം. ദയവായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം നിങ്ങൾ ബൈബിൾ നിവൃത്തിയൊന്ന് നോക്കണം. നിങ്ങളുടെ ബൈബിളിൽ നിന്ന് അടിവരയിടണം. ദൈവവിഷയം എന്ന വാക്ക് മാത്രം ചുവന്ന മഷിയുണ്ടെങ്കിൽ ഒന്ന് വട്ടത്തിൽ വരച്ചിടണം. ദൈവവിഷയം, അതിൽ നിങ്ങൾ സമ്പന്നനാകണം, ദരിദ്രനാകരുത്, പാപ്പരാകരുത്. ദൈവവിഷയത്തിൽ സമ്പന്നനായാൽ നിങ്ങൾ നിങ്ങളുടെ പിള്ളേരും കുടുംബവും ജയിച്ചു. ദൈവം നോക്കിക്കോളും, ബാക്കി ദൈവം ചെയ്യും. കർത്താവ് ഇത് ചെയ്യട്ടെ എന്നുള്ള ആത്മാർത്ഥതയോടെ ഞാൻ ഈ സന്ദേശം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കും എനിക്കും നമ്മുടെ പിള്ളേർക്കും ദൈവം ഒരു വിഷയം തന്നെയായിരിക്കട്ടെ. പഠിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമെല്ലാം അതിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി സ്തോത്രം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടുന്ന് തിരുവായി മൊഴിഞ്ഞ ഈ വാക്ക് ഞങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നു. ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം ഒരു പ്രധാന വിഷയമാണ്. ദൈവവിഷയം അത് തന്നെ ഞങ്ങൾ ചിന്തിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു ഗൗരവമേറിയ ചിന്തയായിരിക്കട്ടെ. ദൈവവിഷയമായി ഏറ്റവും സമ്പന്നനായിരിക്കട്ടെ. അങ്ങനെ ദൈവം ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. അതിൻ്റെ അനുഗ്രഹം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ.